മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ താപസവര്യൻ എന്നറിയപ്പെടുന്ന ഭാഗ്യസ്മരണാർഹനായ ഗീവർഗീസ് മാർ ദിവനാസ്യോസ് മെത്രാപ്പോലീത്തായുടെ 6ാം ഓർമ്മപ്പെരുന്നാൾ ആചരിക്കുന്ന ഈ ധന്യമുഹൂർത്തത്തിൽ അദ്ദേഹത്തിൻ്റെ പാവന സ്മരണയ്ക്ക് മുമ്പിൽ ശിരസ്സ് നമിക്കുന്നു. 1972 മുതൽ അദ്ദേഹത്തെ അടുത്തറിയാവുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ അനുസ്മരണീയവും അനുകരണീയവുമായ ചില കാര്യങ്ങൾ ഇവിടെ അനുസ്മരിക്കുവാൻ ആഗ്രഹിക്കുന്നു. സ്വയം വിശുദ്ധീകരണത്തിലൂടെ മറ്റുള്ളവരെ വിശുദ്ധീകരിക്കുക എന്ന ആപ്തവാക്യവുമായി മേൽപ്പെട്ട ശുശ്രൂഷയിലേക്ക് കടന്നു വന്ന അദ്ദേഹം പുത്തൂർ ഭദ്രാസനത്തിൻ്റെ ദ്വിതീയ ഇടയനാകുന്നതിന് മുമ്പ് ബത്തേരി ഭദ്രാസനത്തിൽ 13 വർഷക്കാലം ശ്രേഷ്ഠയുടെ ശുശ്രൂഷ നിർവഹിച്ച വ്യക്തിയാണ്. അതുപോലെ തന്നെ മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ അഡ്മിനിസ്ട്രേറ്റർ എന്ന നിലയിൽ ഹ്രസ്വകാലം ഈ സഭയ്ക്ക് നേതൃത്വം കൊടുക്കുവാൻ ദൈവം അദ്ദേഹത്തിന് ഭാഗ്യമരുളി. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു ചിന്തിക്കുമ്പോൾ 1950 നവംബർ 1 ഒറ്റത്തെങ്ങിൽ വർഗീസിൻ്റെയും മറിയാമ്മയുടെയും 8 മക്കളിൽ രണ്ടാമനായി തിരുവല്ലയ്ക്കടുത്ത് കുന്നന്താനത്ത് അദ്ദേഹം ജനിച്ചു. 1956 മുതൽ ദക്ഷിണ കന്നഡയിലെ ഇച്ചിനമ്പാടിയിൽ തൻ്റെ മാതാപിതാക്കളോടൊപ്പം വന്ന് താമസിക്കുകയും പ്രാഥമിക വിദ്യാഭ്യാസം അവിടെ പൂർത്തിയാക്കുകയും ആധ്യാത്മിക ജീവിതത്തിൽ 1962 മുതൽ ഉദനെ സീറോ മലബാർ കൂട്ടായ്മയിൽ ചേർന്ന് ജീവിക്കുകയും ചെയ്തു. സൗത്ത് കാനഡയിൽ മലങ്കര സുറിയാനി കത്തോലിക്ക സഭ ആരംഭിക്കുന്ന കാലം മുതൽ അദ്ദേഹത്തിൻ്റെ കുടുംബം നമ്മുടെ കൂട്ടായ്മയിൽ തന്നെ ജീവിച്ചു പോന്നു. അന്ന് സെമിനാരി വിദ്യാർത്ഥികളായിരുന്ന എബ്രഹാം കാക്കനാട്ട്, കോശി കാക്കനാട്ട് എന്നീ ശമാശന്മാരുടെ വഴികൾ പിൻചെന്ന് അദ്ദേഹം തിരുവല്ല മൈനർ സെമിനാരിയിൽ ചേരുകയും അവിടെ മൈനർ സെമിനാരി പഠനം പൂർത്തിയാക്കി മേജർ സെമിനാരിയായി പഠനത്തിനായി തൃശ്ശിനാപ്പള്ളി സെൻറ്റ് പോൾസ് മേജർ സെമിനാരിയിലേക്ക് പോവുകയും ചെയ്തു. ആ കാലഘട്ടത്തിൽ അദ്ദേഹം സംഗീതം, കല എന്നീ കാര്യങ്ങളിൽ തൻ്റെ പഠനത്തോടൊപ്പം മികവ് പുലർത്തിയിരുന്നു. അത് അഭ്യസിച്ചു വന്നിരുന്നു. സൗമ്യനും സരസനുമായ വർഗീസ് ശമാശന് അനേകം സുഹൃത്തുക്കൾ ആ കാലം മുതൽ ഉണ്ടായിരുന്നു. 1977 അത്തനാസ്യോസ് തിരുമേനിയിൽ നിന്നും ശമാശപ്പെട്ടു. 1978 ഏപ്രിൽ 20 ഇച്ചിനമ്പാടി മലങ്കര സുറിയാനി കത്തോലിക്ക ദേവാലയത്തിൽ വെച്ച് അന്നത്തെ ആർച്ച് ബിഷപ്പായിരുന്ന ബെനഡിക്ട് മാർ ഗ്രിഗോറിയസ് തിരുമേനിയുടെ കൈകളാൽ പൗരോഹിത്യവും നൽകപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്ക് കടന്ന് നാം ചിന്തിക്കുമ്പോൾ ഒരു വൈദികനായതിനു ശേഷമുള്ള പ്രാഥമികമായ ശുശ്രൂഷകൾ അന്ന് രൂപം കൊണ്ട 1979 രൂപം കൊണ്ട ബത്തേരി ഭദ്രാസനത്തിന് നിലമ്പൂർ മേഖലയിലും കോഴിക്കോട് മേഖലയിലുമായിട്ട് അദ്ദേഹം പ്രശസ്തമായ വിധം നിറവേറ്റി. 1980 ഉപരിപഠനത്തിനായി റോമിലേക്ക് അയക്കപ്പെട്ട അദ്ദേഹം ക്രൈസ്തവ ആധ്യാത്മികതയിൽ ഭാരതീയ ആധ്യാത്മികമായിട്ടുള്ള ബന്ധം ശ്രീരാമകൃഷ്ണ പരമഹംസന്റെ വീക്ഷണത്തിലൂടെ ഒരു ഡോക്ടറേറ്റ് പ്രബന്ധമായി അവതരിപ്പിച്ച് അദ്ദേഹം ഡോക്ടറേറ്റ് കരസ്ഥമാക്കി. 1987 മുതൽ ബത്തേരി ഭദ്രാസനത്തിൽ അദ്ദേഹം കത്തീഡ്രൽ വികാരി മൈനർ ഡയറക്ടർ എന്ന രീതിയിൽ പ്രവർത്തിക്കുകയും അതിനുശേഷം 1990 മുതൽ മലങ്കര മേജർ സെമിനാരി ഡയറക്ടറായിട്ട് ആ സെമിനാരിയുടെ ബഹുമുഖമായ വളർച്ചയ്ക്ക് വേണ്ടി തന്നെ സമർപ്പിക്കുകയും ചെയ്തു. 1996 നടന്ന CBCI സമ്മേളനത്തിന് ആതിഥേയത്വം നൽകുവാനുള്ള ഭാഗ്യവും അദ്ദേഹത്തിന് ലഭിച്ചു. 1997 ഫെബ്രുവരി 5 ബത്തേരി ഭദ്രാസനത്തിൽ ശ്രേഷ്ഠ ഇടയനായ ദ്വിതീയ ഇടയനായി അദ്ദേഹം അഭിഷിക്തനായി ഗീവർഗീസ് മാർ ദിവനാസ്യോസ് എന്ന പേരിൽ അവിടെ 13 വർഷം സുദീർഘമായ മേൽപ്പെട്ട ശുശ്രൂഷ നിർവഹിച്ചതിന് ശേഷം പുത്തൂർ ഭദ്രാസനത്തിന് അടിസ്ഥാനമിട്ടുകൊണ്ട് അതിലെ പ്രഥമ ഇടയനായി 8 വർഷക്കാലം തന്റെ ശുശ്രൂഷ നിർവഹിച്ചു. 2017 രോഗബാധിതനായ അദ്ദേഹം സ്ഥാനത്യാഗം ചെയ്തു. 2018 ജനുവരി 16 അദ്ദേഹം സ്വർഗം പോയി. ഈ ശ്രേഷ്ഠ ആചാര്യനെ നാം അനുസ്മരിക്കുന്ന ഈ നിമിഷത്തിൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ചില പ്രത്യേകതകൾ തരുണത്തിൽ നമ്മുടെ മനസ്സിൽ കൊണ്ടുവരുന്നത് ഉചിതമാണ്.
അടിയുറച്ച ഒരു ദൈവവിശ്വാസിയായിട്ടാണ് അഭിയന്ന പിതാവിനെ തൻ്റെ ജീവിതകാലം മുഴുവൻ നമുക്ക് കാണുവാൻ സാധിച്ചിട്ടുള്ളത്. ആധ്യാത്മിക ജീവിതത്തിൽ അനുകരണീയനായ ഒരു വ്യക്തി, ആരാധനയിൽ നിഷ്ഠയുള്ള വ്യക്തി, സംഗീതത്തെയും സംഗീത ഉപകരണങ്ങളെയും സ്നേഹിച്ച ഒരു വ്യക്തി, കലാകാരൻ ആയിരുന്നു, കലാ ആസ്വാദകനായിരുന്നു. എളിമയുടെ പര്യായമായിട്ടാണ് അഭിയന്ന പിതാവ് ഈ ലോകത്തിൽ ജീവിച്ചത്. എല്ലാവരുടെയും സുഹൃത്തായിട്ട് പോയി. പാവപ്പെട്ടവരോട് പക്ഷം ചേർന്നവൻ. അനേകം പാവപ്പെട്ട കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നതിന് വേണ്ടി പണം കണ്ടെത്തി അവരെ സഹായിച്ചു കൊണ്ടിരുന്ന വ്യക്തി. പരാതികളില്ലാതെ സഹന ജീവിതത്തെ ഏറ്റെടുത്ത വ്യക്തി. രോഗാവസ്ഥയിലും സന്തോഷത്തോടെ സഹനം അദ്ദേഹം ഏറ്റെടുത്തു. ഭദ്രാസനങ്ങളെ കെട്ടിപ്പടുക്കുന്നതിൽ അതീവ ശ്രദ്ധാലുവായിരുന്നു. അതിനുള്ള സാമ്പത്തികമായ അടിസ്ഥാനമിടുന്നതിന് വേണ്ടി പല സ്ഥലങ്ങളിൽ പോയി അതിനു വേണ്ടുന്ന എല്ലാം ചെയ്യുവാൻ അദ്ദേഹം എപ്പോഴും കർമ്മനിരതനായിരുന്നു. പള്ളികളും പള്ളിമേടകളും സ്ഥാപിച്ച് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിച്ചുകൊണ്ട് സഭയെ ബലപ്പെടുത്തി ജനഹൃദയങ്ങളിൽ അദ്ദേഹം ഇന്നും വസിക്കുന്നു. ഈ പുണ്യശ്ലോകനായ വന്യപിതാവിനെ നമുക്ക് ഇത്തരുണത്തിൽ നമുക്ക് അനുസ്മരിക്കാം. അദ്ദേഹത്തിൻ്റെ ഓർമ്മ തിരുനാളിനോട് ചേർത്ത് വെച്ചുകൊണ്ട് നമുക്ക് ഇപ്രകാരം പ്രാർത്ഥിക്കാം: ഞങ്ങളുടെ വത്സല പിതാവെ, സമാധാനത്തോട് വസിച്ചാലും സന്തോഷകരമായ മണവറയിൽ ഇനി അങ്ങയെ കാണുവാൻ ഞങ്ങൾക്ക് ഇടവരട്ടെ. സ്നേഹമുള്ളവരെ, ഈ വർഷം നമ്മൾ ഈ പിതാവിൻ്റെ ഓർമ്മ ബാംഗ്ലൂർ സെൻറ്റ് ജോൺസ് മെഡിക്കൽ കോളേജ് ക്യാമ്പസിൽ വെച്ച് നമ്മുടെ പുത്തൂർ ഭദ്രാസനത്തിൻ്റെ വാർഷികത്തോടനുബന്ധിച്ച് അനുസ്മരിക്കുന്നു. ഈ അനുസ്മരണ ശുശ്രൂഷയിലും വാർഷിക ആഘോഷങ്ങളിലും പങ്കെടുക്കുവാൻ എല്ലാ നല്ലവരായ നിങ്ങളെ ഓരോരുത്തരെയും ഹൃദയപൂർവ്വം ക്ഷണിക്കുന്നു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. वसराबान सबरोद हाया जुमी से